മമ്മൂട്ടിയുടെ ടർബോ, അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയ സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് റിലീസായിട്ടേ ഉള്ളൂ. വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഫസ്റ്റ് ഷോ പോയി കാണുകയുണ്ടായി. എന്തായാലും വളരെ മികച്ച ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് ഷെയ്ഡുള്ള കഥാപാത്രം അല്ല മമ്മൂട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഥാപാത്രത്തിനോടൊരു ഇഷ്ടം പേഴ്സണലി നമുക്ക് തോന്നും. പക്ഷേ ഈ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ മോശമായിട്ട് തോന്നി. ഇതൊരു സിനിമേൻ്റെ റിവ്യൂ മാത്രമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ തോട്ട്സ് നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മമ്മൂട്ടിയാണ് ആസ് യൂഷ്വൽ ഇതിൽ മെയിൻ കഥാപാത്രം എന്ന് ഞാൻ പറഞ്ഞു. മമ്മൂട്ടി വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാളൊരു ഇടുക്കിക്കാരനായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഇയാൾ വളരെ നാടൻ തല്ല്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇടുക്കിക്കാരൻ. ഇപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കോമൺ ആയിട്ട് പറയുന്നതല്ല, പക്ഷേ ഒരു ഇടുക്കിയിലുള്ള ഒരാൾ സംസാരം, അയാളുടെ ശൈലികളും കാര്യങ്ങളും തീർച്ചയായിട്ടും മമ്മൂട്ടി ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ നമുക്ക് കുറച്ചൊരു പൊടിക്ക് ഓവറായ പോലെ തോന്നും. പക്ഷെ മേ ബി ആ ക്യാരക്ടറിനൊത്ത ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു അടി ഉണ്ടാക്കി നടക്കുന്നതാണ്. ആരെയും പേടിയില്ല. ഈവൻ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നു. കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഈ റിവ്യൂ കാണാൻ ശ്രമിക്കുക. ഇതൊരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. അങ്ങനെ മമ്മൂട്ടിക്ക് ധാരാളം ഫ്രണ്ട്സ്, ഈവൻ പോലീസുകാർ വരെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനൊരു പ്രണയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ പ്രണയത്തിലാണ് ആക്ച്വലി ഈ സ്റ്റോറീൻ്റെ ഒരു സ്റ്റെപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം സംഭവ വികാസങ്ങൾ അവിടെ സംഭവിക്കുന്നു. മമ്മൂട്ടിക്ക് ആരെയും പേടിയില്ല, പക്ഷെ ഒരൊറ്റ ആളെ പേടിയുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ബിന്ദു പണിക്കരാണ്. റോസക്കുട്ടി എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ കുറച്ച് കഴിയുമ്പം ഇതിൽ അഞ്ജന ജയപ്രകാശ്, അതായത് നമ്മുടെ ഇന്ദുലേഖ എന്ന് പറഞ്ഞ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. അവിടെ നിന്നാണ് ആക്ച്വലി ഈ സിനിമ ഒന്ന് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫൈറ്റ് സീക്വൻസുകൾ തുടങ്ങുന്നുണ്ട്. ഫൈറ്റ് സീക്വൻസുകളെ കുറിച്ച് പറയാനാണെങ്കിൽ മമ്മൂട്ടി വളരെ അദ്ദേഹത്തിൻ്റെ ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇത് കുറേ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. ഈവൻ പല ജമ്പുകളും കാര്യങ്ങളും, ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീപ്പ് എന്നുള്ള ജമ്പുകളും കാര്യങ്ങളും കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏജ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത് വളരെ ഓക്കെ ആയിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിന് അതേ ഏജുള്ള വേറെ ആരും ഈവൻ നമ്മുടെ സിനിമ ഫീൽഡിൽ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്യാമറ വർക്കൊക്കെ ആണെങ്കിൽ ഓരോ ഷോട്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭീഷ്മപർവ്വത്തിലൊക്കെ കണ്ടുവന്ന റോബോട്ടിക് ക്യാമറ വിഷ്വൽസിൻ്റെ ഒരു 10 മടങ്ങ് എഫക്റ്റീവായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൈയടിക്കാനുള്ളൊരു സംഭവം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇതിനിടയിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ നല്ല സൂപ്പറാണ്. എക്സെപ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കയറി വരും നമ്മുടെ ഈ താറിൻ്റെ ഒരു റേസ് ചെയ്യുന്ന ശബ്ദമുണ്ട്. സോ ബേസിക്കലി ഇദ്ദേഹം യൂസ് ചെയ്യുന്ന താറിൻ്റെ ശബ്ദം അല്ല അത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയ ഒരു വോയിസ് ആണ്. അത് ഈവൻ വണ്ടിയോട് ഇഷ്ടപ്പെടുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന സംഭവമാണ്. ആ ഒരു സംഭവം ഇടയ്ക്ക് മമ്മൂട്ടിനെ കാണിക്കുന്ന കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നി. അത് മാത്രമേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഥവാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കുറച്ച് മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. പിന്നെ വരുന്ന അഞ്ജന ജയപ്രകാശാണ് സ്ത്രീ കഥാപാത്രമായിട്ട് വരുന്നത്. അത്യാവശ്യം ഇതിന് മുമ്പേ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ ചെയ്ത സിനിമയൊക്കെ ആണെങ്കിൽ പോലും ഏകദേശം അതേ ഒരു ലെവലിൽ തന്നെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇവരുടെ ഒരു അനിയത്തി വരുന്നുണ്ട്. പക്ഷേ ഈ അനിയത്തിക്ക് പേഴ്സണലി ഒരു അനിയത്തി എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുക എന്നല്ലാതെ അവർക്കൊരു പ്രത്യേകിച്ച് ഒരു റോളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആയിട്ടാണ് അവരെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബിന്ദു പണിക്കരെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഒരു റൂഡായിട്ടുള്ള ഒരു അമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്യാരക്ടർ ഷെയ്ഡിൽ തന്നെയാണ് ബിന്ദു പണിക്കരെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും മമ്മൂട്ടി അമ്മയുടെ അടുത്ത് വരുമ്പം പുലി പൂച്ചയാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന രാജ് ബി ഷെട്ടിയാണ് വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു വില്ലനിസം കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. എനിക്കൊക്കെ പേഴ്സണലി പല സംഭവം ചെയ്യുമ്പോഴും എനിക്ക് ചിരിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതൊരു വേറൊരു കൈൻഡ് ഓഫ് വില്ലൻ ക്യാരക്ടർ റോള് തന്നെയാണ്. പിന്നെ ദിലീഷ് പോത്തൻ വരുന്നുണ്ട്. നമ്മുടെ മലപ്പുറത്തുള്ള ഓൺ റോഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതിൻ്റെ CEO ആയിട്ടാണ് നമ്മുടെ ദിലീഷ് പോത്തനെ കാണിക്കുന്നത്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മൂട്ടീൻ്റെ മെയിനായിട്ട് സ്റ്റൈലും കാര്യങ്ങളുമാണ്. യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും വളരെ ഒരു സാധാരണക്കാരൻ ഇടുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ തന്നെയാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. സോ കോസ്റ്റ്യൂം ഡിസൈനർക്ക് തീർച്ചയായിട്ടും ഒരു റൈസ് കൊടുക്കുക. പിന്നെ നമുക്ക് ശബരീഷ് വർമ്മയാണ് ഇതിനകത്ത് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അഥവാ മമ്മൂട്ടീൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ തോപ്പിൽ ജോപ്പൻ സിനിമ എങ്ങനെയായിരുന്നോ പ്ലേസ് ചെയ്തിരുന്നത് അതേ ഒരു പേസിലാണ് ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇതൊരു കണ്ട സിനിമയാണെന്ന് നമ്മുടെ മനസ്സിൽ വീണ്ടും നമുക്കിങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ കണ്ട സിനിമ അല്ലാന്ന് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. പിന്നെ സിനിമ ഫുൾ ഷിഫ്റ്റ് ചെയ്യുന്ന ചെന്നൈയിലേക്കാണ്. ആ ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ബസ്സിൽ പോകുമ്പം ഇയാളുടെ അടുത്ത് പൈസ ഒന്നുമില്ല,
പക്ഷേ ഇയാൾ ഉണ്ടാക്കുന്ന ആ കോണ്ടാക്ട് ത്രൂ ഇയാൾ ചെന്നൈ എത്തുന്നു. പിന്നെ സാധാരണ ഒരു മലയാളി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ പരിഭ്രാന്തനാണ്. പക്ഷേ ഇയാൾ ഇതിന് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്ന്, അതായത് അത്രയും ഇയാളുടെ ഒരു വൈഡാണ് ഇയാളുടെ ചിന്താഗതി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പല സീൻസും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു പക്ക ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് മമ്മൂട്ടി മാറുന്നു. അതായത് ഈ ഓൺ റോഡ് എന്ന് പറഞ്ഞ ബോഡി ഷോപ്പിലൊരു വർക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ഡ്രൈവറായിട്ട് മാറുന്നു. ഈ ഡ്രൈവറായിട്ട് മാറിയതിനു ശേഷം പല ഗുണ്ടാ ഫൈറ്റുകളും വരുന്നു. അതിനുശേഷം നമ്മളൊക്കെ ജയിലറിൽ കണ്ടുവന്ന സുനിൽ എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തിനെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇദ്ദേഹം വേറെ പല സിനിമകൾ രജനീകാന്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ആ ഒരു ജയിലറിൽ കണ്ട അതേ ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. വളരെ ഒരു കോമഡി പീസായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇതിലിട്ടിരിക്കുന്നത്. അത് പേഴ്സണലി അദ്ദേഹത്തിന് ഹേർട്ടാവും എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആ രീതിക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഫണ്ണി ആയിട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു വില്ലൻ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക്, അതായത് പിന്നെ ചെന്നൈയിൽ നടക്കുന്ന സംഭവം അങ്ങനെ കുറച്ച് ട്രാക്ക് മാറുന്നു. അതായത് പിന്നെ ഒരു അണ്ടർ വേൾഡ് സെറ്റപ്പിലേക്കാണ് നമ്മുടെ സിനിമ വന്നത്. ഈവൻ ലൂസിഫറിൻ്റെ ലാസ്റ്റൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെയാണ് നമുക്ക് പിന്നെ അറിയാൻ കഴിയുന്നത്. അതിനകത്ത് ഈവൻ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാൻ പറ്റുമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ധാരാളം രംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അവസാനം നമുക്കൊക്കെ അറിയാം എന്തൊക്കെയായാലും മമ്മൂട്ടി ഇവരൊക്കെ ഇടിച്ച് പഞ്ചറാക്കി മമ്മൂട്ടി ജയിക്കും. ആ ഒരു സംഭവം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. സാധാരണ ഒരു ടിപ്പിക്കൽ മമ്മൂട്ടി, പണ്ടത്തെ ഒരു ടിപ്പിക്കൽ മമ്മൂട്ടി ഒരു മാസ് സിനിമയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അല്ലാതെ ഇതിൽ ലോജിക്കും കാര്യങ്ങളും തെരഞ്ഞു പോയ ഒരിക്കലും നമുക്ക് ഈ സിനിമേൻ്റെ സ്റ്റോറി ലൈനായിട്ട് നമുക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ല. ഏതായാലും അവസാനത്തോടു കൂടി മമ്മൂട്ടി ഇവരെല്ലാം തകർത്ത് ജയിക്കുന്നു. പക്ഷെ ജയിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ഒരു വളരെ വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ ട്വിസ്റ്റോട് കൂടി നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. സോ ഈ ട്വിസ്റ്റോട് കൂടി സിനിമ അവസാനിക്കുമ്പോൾ എന്തായാലും രണ്ടാം ഭാഗത്തിനൊരു സ്കോപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും ടർബോന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും. കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ എനിക്കൊരു 10 എനിക്ക് പേഴ്സണലി കൊടുക്കാവുന്ന ഒരു 7 സ്റ്റാർ ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയത് ഒരിക്കലും വേസ്റ്റ് ആയില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം 73 എനിക്ക് അദ്ദേഹത്തിന് വയസ്സറിയില്ല, പക്ഷേ ആ വയസ്സിൽ മൂപ്പര് കാണിക്കുന്ന പരിപാടിയില്ലേ, അത് വേറെ ലെവലാണ്. അത് വേറെ ആർക്കും പറ്റൂല. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.